ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് പിസ്താഷ്യൂ കുനാഫ ചോക്ലേറ്റിൻ്റെ ഒരു റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിൽക്ക് കോമ്പൗണ്ടാണ്. അപ്പോൾ ഈ മിൽക്ക് കോമ്പൗണ്ട് നമുക്കൊന്ന് ആദ്യം മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. ഓവനിൽ വെച്ചിട്ട് വേണമെങ്കിൽ മെൽറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓവനിൽ വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അത് നമുക്കൊരു ഇങ്ങനെയുള്ളൊരു മോൾഡിലോട്ട് ഇത് മാറ്റി കൊടുക്കണം. മോൾഡ് ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ മോൾഡ് ഉള്ളത് കൊണ്ട് ഞാൻ അതിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഈ ഒരു മിൽക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തത് നമുക്ക് ഈ ഒരു മോൾഡിൽ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം. നല്ല തിക്കും ആക്കണ്ട, നല്ല തിന്നും ആക്കണ്ട. നമുക്ക് ഇതിൽ ഇനി ഫില്ലിങ്സ് വെക്കാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എല്ലാ ഭാഗത്തും ചോക്ലേറ്റ് ആവുന്ന രീതിയിൽ ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇത് മിൽക്ക് കോമ്പൗണ്ടിൻ്റെ പകുതി ഭാഗം മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ. ബാക്കി പകുതി നമുക്ക് ഇതിൻ്റെ മേലെ ഫില്ലിങ്സ് വെച്ചിട്ട് അത് കവർ ചെയ്യാനും വേണ്ടിയിട്ട് ആ സമയത്ത് മെൽറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിച്ച് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊന്ന് കട്ടിയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ടാപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഫ്രീസറിൽ ഒന്ന് സെറ്റ് ആവാനായിട്ട് നമുക്ക് വെക്കണം. ഒരു 2-3 മിനിറ്റ് വെക്കുമ്പോഴത്തേന് തന്നെ അതൊന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പിസ്ത ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് പൊടിച്ച് എടുത്തിട്ട് അതിലോട്ട് നമ്മൾ മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുക. അപ്പോൾ മിൽക്ക് കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ചോക്ലേറ്റ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം. ഇനി അതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അത് മൊത്തത്തിൽ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുനാഫ ഡോ ആഡ് ചെയ്യണം. കുനാഫ ഡോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. എല്ലാ ഭാഗത്തോട്ടും ഫില്ലിങ്സ് മൊത്തത്തിൽ ഒന്ന് സെറ്റാക്കി എടുക്കണം. എന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ ഫ്രീസറിൽ വെച്ചിട്ടുള്ള മിൽക്ക് കോമ്പൗണ്ട് സെറ്റായി വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇനി ഈ ഒരു ഫില്ലിങ്സ് ഇതിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഈ ഒരു വെക്കേഷൻ സമയത്ത് നമ്മുടെ വീട്ടിൽ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചോക്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കാം. എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ ഇതിൽ ഫില്ല് ചെയ്ത് എടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തോട്ടും നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കട്ടി പിടിക്കും. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഇതൊന്ന് ഇതിൽ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ ഇതൊന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള മിൽക്ക് കോമ്പൗണ്ടും കൂടെ ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുക്കണം. എല്ലാ ഭാഗത്തോട്ടും ചോക്ലേറ്റ് ആവുന്ന രീതിയിൽ ഫില്ലിങ്സൊക്കെ കവറാവുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലായിടത്തും നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഞാനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, ഒന്ന് കറക്റ്റായിട്ട് ഫില്ലിങ്സ് എല്ലാ ഭാഗത്തോട്ടൊക്കെ ഒന്ന് ആവാനും വേണ്ടിയിട്ട്. ഇതിൻ്റെ സൈഡിൽ ആയിട്ടുള്ളതൊക്കെ ഒന്ന് ഒരു ടിഷ്യൂ വെച്ചിട്ട് ഞാൻ തുടച്ച് കളയുന്നുണ്ട്. ഒന്ന് ഡിമോൾഡ് ചെയ്ത് എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആണ്. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രീസറിൽ ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് ഡിമോൾഡ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് ഡിമോൾഡ് ചെയ്ത് എടുക്കുക എന്നുള്ളത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തിട്ട് എടുക്കാം. നല്ലപോലെ സെറ്റായിട്ടുണ്ട് നമ്മുടെ ചോക്ലേറ്റ്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.